അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് സഅദ് ഇബ്നു അബീ വഖാസിനോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് നിന്റെ മാതാപിതാക്കളും മുസ്ലിമല്ല അമുസ്ലിമാ എങ്കിലും നീ അവരെ ബഹുമാനിക്കണം, എങ്കിലും നീ അവരെ ആദരിക്കണം, എങ്കിലും അവർക്ക് ആവശ്യമുള്ളത് മുഴുവനും നീ ചെയ്തു കൊടുക്കണം. അത് നിന്റെ മാതാപിതാക്കളാണ്. അവരല്ലാന്റെ ദീനിനെതിരായിട്ടുള്ള കാര്യം പറഞ്ഞാ അനുസരിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അതാ വരുന്ന പരിശുദ്ധമായ ഖുർആനിലായത്തിറങ്ങുകയാ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് എന്തിനാ ഞാനിത് പറഞ്ഞതെന്നറിയുമോ? പ്രലോഭനങ്ങളിൽ വീണു പോകരുത്, സമ്മർദ്ദങ്ങളിൽ വീണു പോകരുത്. പല സമ്മർദ്ദവും വരും ചെറുപ്പക്കാരാ. കൂടെ കിടന്നവള് പറയുമിക്കാ ഞാൻ സ്വർണം വാങ്ങിത്തരാ. അതാ പറയുകയാണ് വീട് വെക്കണമിക്ക, വീട് വെക്കണമിക്ക. മോളെ പൈസ ഇല്ലെന്ന് പറയുമ്പോ ഭാര്യ സ്വർണം തന്നിട്ട് പറയുന്നു കൊണ്ട് പണയം വെച്ചിട്ട് കൊണ്ടുവായിക്ക, കൊണ്ട് പണയം വെക്ക്. ഇതെല്ലാരും ചെയ്യുന്നതല്ലേ? പറയണം പാവമാ പാവമാ പാവമാ. പടച്ചവനെ വീട് വെക്കാ പണമില്ലാതെ വന്നപ്പോ ഉമ്മ പറയുന്നു ലോൺ എടുക്കടാ മോനെ, ഭാര്യ പറയുന്നു ലോൺ എടുക്കടാ എന്ന്. എല്ലാരും പറയുന്നു ലോൺ എടുക്കാർ, പലിശയുമായി ബന്ധപ്പെടാർ. പറയണം ചെറുപ്പക്കാരാ പാപമാ. പടച്ചവനെ ഒരിക്കലും ഞാനതിന് കൂട്ടുനിൽക്കില്ല. സമ്മർദ്ദങ്ങൾ പല രീതിയിൽ വരികയാണ്, പ്രലോഭനങ്ങൾ പല രീതിയിലും വരികയാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഇതുപോലെയുള്ള ചെറുപ്പക്കാർ ഈ സമുദായത്തിൽ ഉണ്ടാകണമെന്നാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആഗ്രഹിച്ചത്.